ബിഗ് ബോസ് മലയാളം സീസൺ 6 ആറാമത്തെ ആഴ്ചയിലെ ആദ്യ ദിവസം ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇന്നലെ വിഷു എപ്പിസോഡിൽ ലാലേട്ടൻ ഗബ്രിയോടും ജാസ്മിനോടും അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ച ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വീട്ടിൽ അസ്വസ്ഥതകൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും ഗബ്രിയും ജാസ്മിനും ഈ വിഷയത്തിൽ നല്ല രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ തുടർന്നു പോരവേ ഇന്ന് രാവിലെ മൈക്കിടാതെ സംസാരിച്ച സമയത്ത് മൈക്കിടാതെ ജാസ്മിൻ സംസാരിക്കുന്ന നേരത്ത് സായി അത് ജിൻഡോയോട് പറയുകയും ജിൻഡോ ഇത് കണ്ട് ജാസ്മിനോട് മൈക്കിട്ട് സംസാരിക്കാൻ പറയുകയും ചെയ്യുന്നു. ഇതോടുകൂടി സംഭവം വഷളാകുന്നു. വല്ലാതെ ഒരു അലമുറയിട്ട് കരച്ചിലും ബഹളവും ഒക്കെ ആയി ജാസ്മിൻ മാറുന്നു. ഇതേ സമയം ഇന്നലെ തൊട്ട് തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ ആകെ സൈലന്റ് ആയിരിക്കുകയായിരുന്നു ഗബ്രി ഇങ്ങനെയായത് തന്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ ബഹളമുണ്ടാക്കുന്നതും അതുപോലെ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പുറത്തു പോകണമെന്നും പറഞ്ഞ് ജാസ്മിൻ ബഹളമുണ്ടാക്കുന്നു. അവസാനം ബിഗ് ബോസ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജാസ്മിനൊപ്പം റസ്മിനും അപ്സരയും പോകുന്നു. കുറേ നേരത്തെ സംസാരത്തിന് ശേഷം അവിടെ ഇരുന്ന് വല്ലാതെ കരയുകയും സങ്കടം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോഫയിൽ കിടക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ അപ്സരയെ ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നു. വീണ്ടും റസ്മിനും ജാസ്മിനും തമ്മിൽ കുറേ സമയം ചിലവഴിക്കുന്നു. ഈ സമയത്ത് ബിഗ് ബോസ് വീടിനുള്ളിൽ ഗബ്രി ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ തലകറങ്ങി വീഴുന്നു. കൺഫെഷൻ റൂം ഒക്യുപ്പൈഡ് ആണ് എന്നതുകൊണ്ട് തന്നെ മെഡിക്കൽ റൂമിലേക്ക് വരാൻ പറയുന്നു. മെഡിക്കൽ റൂമിലേക്ക് പോകുന്നതിനിടയിൽ അദ്ദേഹത്തിന് കണ്ണും കാണാനാകാതെ തലകറങ്ങി അവിടെ ഇരിക്കുന്നു. പിന്നീട് സുഹൃത്തുക്കൾ ചേർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ റൂമിലേക്ക് എത്തിക്കുന്നു. മെഡിക്കൽ റൂമിലെ പരിശോധനകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം ഓക്കെയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഇരിക്കാനായി നിർദ്ദേശിക്കുന്നു. അങ്ങനെ അദ്ദേഹം ബാത്റൂം ഏരിയയിലെ ആ സോഫയിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ബാക്കിയുള്ളവരോട് അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കി അദ്ദേഹത്തിന് സ്പേസ് കൊടുത്തോളൂ, നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ബാക്കി മത്സരാർത്ഥികൾ വീട്ടിലേക്ക് പോകുന്നു. ഏതായാലും ഗബ്രിക്കും ജാസ്മിനും ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം ബിഗ് ബോസ് ഇതിനോടകം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതേ സമയം വീട്ടിലെ കൂടുതലും മത്സരാർത്ഥികൾ ഗബ്രിക്കൊപ്പമാണ്. ജാസ്മിൻ്റേതൊരു നാടകമാണെന്ന് ഒരു തരത്തിലാണ് പലരുടെയും അഭിപ്രായങ്ങൾ. ബാക്കി കാര്യങ്ങൾ ലൈവിന് ശേഷം.